അദ്ദേഹം ഇന്നലെ പറഞ്ഞ് നിർത്തിയിടുന്നു തുടങ്ങാം. ഇദ്ദേഹം ആദ്യം തന്നെ എന്നെ കൊണ്ട് എത്തിച്ചത് ഒരു ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ഒരു വലിയൊരു കുഴിയിലേക്കാണ് ആദ്യം. അപ്പൊ നോക്കുന്ന സമയത്ത് ഞാൻ മീഡിയയിലില്ല, ഇവൻ ഇദ്ദേഹത്തിന്റെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇവരുടെ അടുത്ത് എത്തിക്കുന്ന ഒരു ഹണി ട്രാപ്പ് എന്നാണ്. അപ്പൊ ഈ ഒരു വർഷം കൊണ്ട് കഴിഞ്ഞ 2025 കാലഘട്ടത്തിൽ ഓൾമോസ്റ്റ് 36,75,000 രൂപ അദ്ദേഹം എനിക്ക് തരാനുണ്ട്. ഘട്ടം ഘട്ടമായിട്ട് അദ്ദേഹത്തിന്റെ വൈഫിനും ഒരു 11.5 ലക്ഷം രൂപ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലും കൊടുത്തു, ബൈ ഹാൻഡ് എല്ലാം കൂടിയും കൊടുത്തൊരു സംഭവം 30, അതിൽ കൂടുതലുണ്ട് എമൗണ്ട്. പക്ഷേ കുറെ ഫണ്ടുകളൊക്കെ തിരിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ 36,75,000 രൂപ അയാൾ എനിക്ക് തരാനുണ്ട്. നമസ്കാരം. റോബിൻ രാധാകൃഷ്ണന്റെ ഫണ്ട് വിഷയം വെച്ചാൽ കടം കൊടുത്തത് വാങ്ങിച്ചത് ഇതൊക്കെ തന്നെ മെയിൻ സ്ട്രീം ചാനലുകളെല്ലാം ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. മാതൃഭൂമി, മീഡിയ വൺ, റിപ്പോർട്ടർ ചാനല്, അങ്ങനെയൊക്കെ മിക്ക ചാനലുകളിലും ഇപ്പൊ വന്നിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇവർക്ക് പൈസ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ ആയിപ്പോയി ഈ കൊടുത്തവർക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വോയിസ് ഒക്കെ വെളിയിൽ വിട്ടായിരുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ തെളിവുകൾ നിരത്തുന്നുണ്ട്. റോബിൻ പറയുന്നുണ്ട് റോബിൻ കൊടുത്തിട്ടുണ്ട്, റോബിൻ ഇനി അങ്ങനെ കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ റോബിൻ ഇങ്ങോട്ട് 60,000 കിട്ടണം എന്നാണ് റോബിൻ പറയുന്നത്. ഇവര് പറയുന്നത് 36,75,000 രൂപ ഈ പുള്ളിക്ക് കൊടുക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. ഈ പുള്ളിയുടെ പേരെന്ന് തോന്നുന്നു അഖിൽ ദേവ്, അമൽ ദേവ് അങ്ങനെ കണ്ടാണ് ഈ പുള്ളിയുടെ പേര്. അതുപോലെ തന്നെ വേദലക്ഷ്മി പറയുന്നുണ്ട് വേദലക്ഷ്മിക്ക് 8 ലക്ഷം രൂപയോളം കൊടുക്കാനുണ്ടെന്ന്. ഇനി അത് അക്കൗണ്ട് ത്രൂ ആണോ കൊടുത്തത് അതോ ബൈ ക്യാഷ് ആണോ കൊടുത്തത്, ബൈ ക്യാഷ് കയ്യിൽ തന്നെയാണോ കൊടുത്തതെന്ന് നമുക്കറിയത്തില്ല. അതൊന്നും പറയുന്നില്ല. 8 ലക്ഷം രൂപ കിട്ടാനുണ്ടെന്ന് പറയുന്നുണ്ട്. റോബിന് ഇതിനെ വിശദീകരണമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാല്, ഞാൻ എത്ര രൂപ വേദലക്ഷ്മിക്ക് കൊടുക്കാനുണ്ടെന്നുള്ളത് വേദലക്ഷ്മി ഇതുവരെ എന്നെ വിളിച്ച് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. 8 ലക്ഷമെങ്കിൽ 8 ലക്ഷം രൂപ എന്ന് തരുമെന്ന് ചോദിച്ച ഒന്നുമില്ല, വോയിസ് ഒന്നുമില്ല എന്നാ പറയുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരാൾ ഒരു 8 ലക്ഷം രൂപ തന്നിരിക്കട്ടെ, 3, 8 എത്രയാണ് തന്നിരിക്കട്ടെ, ആ തന്ന പൈസ അവർ ചോദിച്ചാലേ കൊടുക്കത്തുള്ളൂ. അവർക്കൊരു സമയം പറഞ്ഞാണല്ലോ, ആ സമയത്ത് കൊടുക്കാം. എന്തായാലും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങളാണ്. എന്നാലും മെയിൻ സ്ട്രീം ചാനലുകളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി ആരും ഇങ്ങനെ ഒരു സ്കാമിൽ പോയി പെടരുത് എന്നാണ് ഈ അമൽ ദേവ് പറയുന്നത്. ഓൾമോസ്റ്റ് അദ്ദേഹം 36,75,000 രൂപ തരാനുണ്ട്. അത് ഒഫീഷ്യലി വീഡിയോ എന്റെ വീട്ടിൽ പല ഘട്ടങ്ങളിലായിട്ടാണ് മേടിച്ച്. ആദ്യമൊക്കെ 50,000 കൊടുക്കുന്നു, തിരിച്ചു വരുന്നു, 1 ലക്ഷം കൊടുക്കുന്നു, തിരിച്ചു വരുന്നു. ഇങ്ങനെ ഒരു ലോങ് ജേർണി ആയിട്ടാണ്, ഒരു 8 മാസം കൊണ്ടാണ് ഇത് വരുന്നത്. എനിക്ക് സെപ്റ്റംബർ, ഒക്ടോബർ സമയത്താണ് വലിയ ഫണ്ടുകളിലേക്ക് അത് പോകുന്നത്. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വൈഫിനും അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് 11.5 ലക്ഷം രൂപ, അദ്ദേഹത്തിന്റെ വൈഫിനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇദ്ദേഹം പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇതൊക്കെ. അപ്പൊ അവരുടെയൊക്കെ ഒരു ബിസിനസ് ആവശ്യം എല്ലാം കൂടി ഇതിൽ മെർജ്ഡ് ആണ്. അങ്ങനെ ചുരുക്കം പറഞ്ഞാല് ഇങ്ങനെ ആദ്യമൊക്കെ കുറച്ച് പൈസയായിട്ട് വാങ്ങിച്ചു, 50,000, 1 ലക്ഷം ഒക്കെ വാങ്ങിച്ചു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് ഡീപ്പ് ബന്ധം, അങ്ങനെ ഡീപ്പ് ആവുമല്ലോ, ഒരു ഫ്രണ്ട്ഷിപ്പ് ബന്ധം വരുമല്ലോ. ഇവൻ ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ, കൊടുക്കുമ്പോൾ അവൻ തിരിച്ചു വരുന്നുണ്ട്. അത് പലരും ചിന്തിക്കുന്നതാണ്. അത് കുറച്ച് കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല, പുള്ളി സമയത്തിന് തരുമെന്ന് വിചാരിച്ച പുള്ളി പിന്നെ വലിയ എമൗണ്ട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ വിശ്വാസത്തിന് മേലിൽ വലിയ എമൗണ്ടുകൾ കൊടുത്തു. അങ്ങനെയാണ് 36,75,000 രൂപ എന്ന് ഇപ്പൊ പുള്ളി പറയുന്നത്. ലാസ്റ്റ് ഇത്രയും കിട്ടാനുണ്ട് പുള്ളിക്ക് മാത്രമായിട്ട്. ഓക്കെ, അപ്പൊ ആരതിപ്പൊടി എന്ന് പറയുന്ന ഈ റോബിന്റെ വൈഫിന്റെ അക്കൗണ്ടിൽ 11 ലക്ഷം രൂപ അടുത്തോളം അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് റോബിൻ പറഞ്ഞിട്ടാണ് അയച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കേട്ടതാണ്, റോബിൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്നെ ഫോഴ്സ്ഫുള്ളി ഇവര് ഭീഷണിപ്പെടുത്തിയാണ് എന്റെ അടുത്ത് വീഡിയോ വാങ്ങിച്ചത് എന്നുള്ളത്. എന്നുവെച്ചാല് റോബിൻ എത്ര രൂപ വെച്ച് ഏതെല്ലാം സമയത്ത് കൊടുത്തിട്ടുണ്ടോ ആ സമയത്തൊക്കെ ഇവര് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇന്ന ഡേറ്റിന് ഞാൻ പൈസ തിരിച്ചു കൊടുത്തോളാമെന്ന് പറയുന്ന വീഡിയോ ഈ പറയുന്ന വേദലക്ഷ്മിയും മറ്റുള്ളവരും ഭീഷണിപ്പെടുത്തി എടുത്തതാണെന്നാണ് റോബിൻ പറഞ്ഞത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഞാൻ നിങ്ങൾ ആ വീഡിയോ കാണിച്ചു തരാം. അവിടെ എവിടെയെങ്കിലും ഒരു ഭീഷണിപ്പെടുത്തുന്നതിൻ്റെതായ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ തന്നെ പറയണം. ഭീഷണിപ്പെടുത്തി ചെയ്യിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ അങ്ങനെ തന്നെ പറയണം കേട്ടോ. റോബിന്റെ ബോഡി ലാംഗ്വേജ് ഭയപ്പെട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇത് അഭിപ്രായമാണ്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉള്ളത് അവിൽബ്രോവിന്റെ പെരുമ്പാവൂരുള്ള വില്ലേജാണ്. ഇന്ന് December 30, 2025 ഇതിനകത്ത് രസം എന്താണെന്ന് വെച്ചാല്, ഈ കൂടെ ഇരിക്കുന്ന പുള്ളിയാണ് റോബിൻ ഭീഷണിപ്പെടുത്തി എന്ന് പറയാൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പുള്ളിയുടെ ആ ഇരിപ്പ് കണ്ടോ, എന്റെ കാശ് കിട്ടുമോ, ഇനി എന്ന് കിട്ടുമോ എന്നുള്ള ആ ആലോചനയെക്കാൾ ഇരിക്കുക. റോബിൻ തിരിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് പറയാൻ നമുക്ക് വിശ്വസിക്കായിരുന്നു. പക്ഷെ ഇവര് റോബിനെ ഭീഷണിപ്പെടുത്തിയാണ് ഈ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആ റോബിന്റെ ആ പറയുന്ന രീതികളും അതുപോലെ തന്നെ ഇരുന്നിട്ട് ആ പേപ്പർ വായിക്കുന്നതും പേപ്പറിന്റെ ഇത് സൂം ചെയ്ത് കാണിക്കുന്നതും എല്ലാം നിങ്ങൾ കണ്ടോ. എന്നിട്ട് എവിടെയെങ്കിലും ഒരു ഭീഷണിയുടെ ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ പറയണം. ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഈ ഒരു 2025 വർഷത്തില് അവിൽബ്രോ പലതവണ എനിക്ക് പല രീതിയിൽ ഫിനാൻഷ്യലി ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതില് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 36,75,000 രൂപ ഇനി അവിൽബ്രോന് കൊടുക്കാനുണ്ട്. ഞാൻ ഈ വരുന്ന January 31, 2026 വരെ സമയം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഓൺ ഓർ ബിഫോർ January 31, 2026 ഞാൻ ഈ പറഞ്ഞ 36,75,000 രൂപ അവിൽബ്രോന് കൊടുക്കുന്നതാണ്.
ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എന്താ പറയുക ഫോർമലി ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അത് മാത്രമല്ല എനിക്ക് ഒരുപാട് പ്രാവശ്യം ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ ഇത് പറയുന്നുണ്ടല്ലോ ഈ ഒരു വീഡിയോ ഞങ്ങൾ എടുക്കുന്നത് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയാണെന്നുള്ള രീതിയിലൊക്കെ പുള്ളി തന്നെ സംസാരിക്കുന്നത് എന്നൊരു ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കുന്നു. ഇതിൽ എവിടെയാണ് ഭീഷണി, എവിടെയാണ് ഭീഷണിപ്പെടുത്തി എടുത്തിരിക്കുന്നത്? അപ്പുറത്തേക്കാണ് ഭീഷണിപ്പെടുത്തിയെങ്കിൽ നമ്മൾ സമ്മതിക്കായിരുന്നു. ഓക്കെ, ആ പുള്ളിയാ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് ഒരു ലെറ്റർ ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നേ ദിവസം എഴുതിയിട്ടുണ്ട്. സോ സൂം ചെയ്ത് ഇതിൽ കാണാൻ പറ്റും. ഞാൻ അത് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ജാനുവരി 31, 2026 അതൊരു നമ്മൾ അക്കൗണ്ട് ത്രൂലും ബൈ ഹാൻഡും ആയിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ എമൗണ്ട് എന്ത് ചെയ്യാം, അത് നമ്മൾ ഇത്രയും എമൗണ്ട് ആ ഒരു എമൗണ്ട് റോബിൻ സമ്മതിച്ച് തരികയാണ്. അപ്പൊ അതിലൊരു ഒരു ഒരു സെറ്റിൽമെന്റ് ഡീൽസ് ഡീല് പോലത്തെ ഒരു കാര്യമാണ്. അപ്പൊ താങ്ക് യു റോബിൻ. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു, താങ്ക് യു. ജനുവരി 31, 2026 ഈ വർഷം ജനുവരി 31 തിരിച്ചു കൊടുക്കാമെന്നുള്ള എഗ്രിമെന്റ് ആണ് ആ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് നല്ല രീതിയിൽ പിരിയുന്നുണ്ട്. ഇവിടെ എവിടെയാണ് ഭീഷണി? അവരെവിടെയാണ് ഭീഷണിപ്പെടുത്തി നിങ്ങളെ കൊണ്ട് പറയിച്ചത്? വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ അബിൻ രാധാകൃഷ്ണൻ, നമ്മുടെ സ്വന്തം അബിൽ ബ്രോ ആണ്. ഇന്ന് April 28, 2026 അപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അബിൽ ബ്രോ ഇത് April 28, 2026 കേട്ടോ. മറ്റത് January 31 വരെ എഗ്രിമെന്റ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇനി April 28, 2026. ഓക്കെ, കയ്യിൽ നിന്നും ക്യാഷ് ആയിട്ടും അക്കൗണ്ട് വഴി ഞാൻ ഓൾമോസ്റ്റ് ഒരു 45 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാലൻസ് അല്ല, അതിൽ കൂടുതൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബാലൻസ് വന്നിട്ട് 45 ലക്ഷം രൂപയുണ്ട്. സോ അപ്പൊ അത് നമ്മളൊരു സെറ്റിൽമെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഈ എമൗണ്ടിന്റെ 5 ലക്ഷം രൂപ വന്നിട്ട് May 5, 2026 പുള്ളിക്കാൻ അത് കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ ശേഷം ബാലൻസ് ഉള്ള 40 ലക്ഷം രൂപ May 20 40 ലക്ഷം രൂപ പുള്ളിക്കാൻ സെറ്റിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളിതിപ്പോ സംസാരിച്ച ആ ഒരു ഡീല് ക്ലോസ് ചെയ്യാണ്. ഇതൊരു ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ എടുത്തു വെക്കുന്നതാണ്. അപ്പം അപ്പം ഹാപ്പി ആയിട്ട് ഇത് കഴിഞ്ഞ നിമിഷം ഇത് 20 തീയതി എന്നുള്ള ഒരു ഉറപ്പിലാണ് നമ്മൾ ഈ വീഡിയോ കൂടി എടുക്കുന്ന ഉള്ളത് പറയാനുള്ളത്. ഇപ്പൊ 20th ഇത് തീരും. നല്ല രീതിയിലുള്ള നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു വേറെ പ്രശ്നങ്ങളുമില്ല. ഇത് തീരാണ്. അത് ആ രീതിയിലേക്ക് ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വ്യക്തിപരമായിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിട്ട് നിവർത്തിക്കും. ആ വീഡിയോയിൽ എവിടെയാണ് റോബിനെ ഭീഷണിപ്പെടുത്തി വീഡിയോ എടുത്തിരിക്കുന്നത്? ഇന്നത് പറയുന്നത് 45 ലക്ഷം രൂപ May 5 അതിൽ കുറച്ച് പൈസ May 5 5 ലക്ഷം രൂപ കൊടുക്കാം. അതുപോലെ തന്നെ May 20 ബാക്കി 40 ലക്ഷം രൂപ ഞാൻ സെറ്റിൽ ചെയ്യാം എന്നാണ് ഈ പറയുന്ന റോബിൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ കേട്ടപ്പോൾ 36 ലക്ഷമായിരുന്നു. അതിനുശേഷവും റോബിൻ വന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. പുള്ളിയുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പൈസ കൂടെ വാങ്ങിച്ചു. അത് വാങ്ങിച്ചതിന് ശേഷം 3 മാസം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയിലാണ് ഈ വീഡിയോ ഏപ്രിൽ മാസം എങ്ങാണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. അപ്പം അത്രയും സമയം കൊടുത്തു, എക്സ്ട്രാ പൈസയും കൊടുത്തു, അത്രയും സമയവും കൊടുത്താണ് May 20 40 ലക്ഷം രൂപ കൊടുത്തേക്കാം എന്നുള്ളതാണ്. അപ്പം ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആയി, പിന്നെ മെയ് വരെ ആയി. ഓക്കെ, ഇതിലെവിടെയാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്? നിങ്ങൾ പ്രത്യേകം ആ ഡേറ്റ് ശ്രദ്ധിക്കണം കേട്ടോ. അത് ഞാൻ പറയാൻ കാര്യമുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ അബിൻ രാധാകൃഷ്ണൻ, സുവിധ അബിൽ ബ്രോ ആണ്. ഇന്ന് May 18. അപ്പം നമ്മൾ തമ്മിൽ ഓൾറെഡി ഈ സെറ്റിൽമെന്റിന്റെ കാര്യം സംസാരിച്ചിരുന്നു, എമൗണ്ടും സംസാരിച്ചിരുന്നു. അപ്പം അതെ 20 പറഞ്ഞിരുന്നു. അപ്പൊ 5 lakhs ഓൾറെഡി കൊടുത്തു. ഇനി ബാലൻസ് ഉള്ളത് 40 ലക്ഷം രൂപയാണ്. അതില് ഈ വരുന്ന May 28 അന്ന് 5 ലക്ഷം രൂപ, June 5 അന്ന് ബാലൻസ് 5 ലക്ഷം രൂപ, June 10 അന്ന് 5 ലക്ഷം രൂപ. അപ്പൊ ടോട്ടല് 20 ലക്ഷം രൂപ അന്ന് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം June 15 അന്ന് 25 lakhs കൂടെ ചേർത്തിട്ട് കംപ്ലീറ്റ് എമൗണ്ട് അന്നത്തോടു കൂടി ഫിനിഷ് ചെയ്യാണ്. അപ്പൊ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്ത് ഹാപ്പി ആയിട്ട് പിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ അതിനുവേണ്ടി ഒരു എന്താ പറയാ എവിഡൻസ് ആയിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, നമ്മൾ പരസ്പര ധാരണയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. ഫോഴ്സ്ഫുള്ളി അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, പരസ്പര ധാരണയുടെ മേളിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് എവിടെയാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്? എനിക്കിപ്പോ ചിരി വരുന്നത്. അപ്പുറത്തിരിക്കുന്ന അമൽ ദേവോ ആ പുള്ളിയെ ഭീഷണിപ്പെടുത്തിയിട്ട് റോബിൻ പറയിച്ചതാണെങ്കിൽ നമുക്ക് പറയായിരുന്നു, അയ്യോ ഭീഷണിപ്പെടുത്തിയാ പറയിക്കുന്നതെന്ന്. ഏതെങ്കിലും വീഡിയോ ഇതിനകത്ത് എവിടെയെങ്കിലും കണ്ട വീഡിയോകളിൽ റോബിനെ ഭീഷണിപ്പെടുത്തി പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ? അത് ഇത്രയും വലിയൊരു ആചാനുബാഹുവായ ഒരു മനുഷ്യനെ അങ്ങനെ റോബിനെ ഭീഷണിപ്പെടുത്തി പറയിച്ചാൽ തന്നെ റോബിന് അതിനുള്ള മരുന്ന് കൊടുക്കാൻ റോബിന് അറിയത്തില്ലേ? ഒന്നുമല്ല. ഈ May 18 May 20 സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു ആ 40 ലക്ഷം രൂപ. പക്ഷെ അത് സെറ്റിൽ ചെയ്തില്ല. അതിനുശേഷം May 18 ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ 20 എനിക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ പറയുന്നത് എന്താണ്? 5 ലക്ഷം രൂപ ഈ മെയ് മാസം തന്നെ 4 പ്രാവശ്യമായിട്ട് 5 ലക്ഷം രൂപ വെച്ച് ഞാൻ കൊടുക്കാം. ഓക്കെ, 5 ലക്ഷം ഒരാഴ്ച ഇടപെട്ടാണ് പറയുന്നത്. 5 ലക്ഷം രൂപ വെച്ച് ഞാൻ കൊടുക്കാം. അതുപോലെ തന്നെ June 25 മുമ്പോ എന്നാണ്ട് ബാക്കി 25 ലക്ഷം രൂപയും കൊടുത്ത് ഞാൻ സെറ്റിൽ ചെയ്യും
എന്റെ ആ പരിപാടി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇപ്പൊ എനിക്ക് ഇതിനകത്ത് മറ്റൊരു വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. റോബിൻ രാധാകൃഷ്ണൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്നിട്ട് ഞാൻ ഇതിന്റെ കറക്റ്റ് ഒരു കണക്ക് പറഞ്ഞുതരാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ 7 മണിയാണ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് അഗൻസ്റ്റ് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വേദ് ലക്ഷ്മിക്കും അബിൽ ദേവനൊക്കെ ഞാൻ ഫണ്ട് കൊടുക്കാനുണ്ട്, ഞാൻ അവരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എന്നെ എക്സ്പോസ് ചെയ്യുന്ന, ഞാൻ കാശ് വെച്ചിട്ടുള്ള വീഡിയോ എടുത്തിടുന്നു. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നു. ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, എന്നെ ചീത്ത വിളിക്കുന്നു. ഞാൻ ഇന്നലെ, അതായത് ഓഗസ്റ്റ് 11 ഇന്നലെ ഞാൻ കംപ്ലീറ്റ് എന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇവരുടെ ചാറ്റ്, ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് സാധനം ഞാൻ പ്രിന്റ് ഔട്ടും ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ അബിൽ ദേവ്, വേദ് ലക്ഷ്മി, ഇവരുടെ കൂട്ടത്തിലുള്ള റമീൻ, പിന്നെ ഷാജർ, ധന്യ, ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്നുള്ള സാമ്പത്തിക ഇടപാട് ടോട്ടല് മൊത്തത്തിലുള്ള അവരുമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 42,53,500 രൂപയാണ്. അതായത് 42,53,500 rupees. എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 43,22,500 രൂപയാണ്. അതായത് 43,22,500 രൂപ, 43,22,500 rupees ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ 69,000 രൂപ, അതായത് 69,000 ഇവർ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തരാനുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഇതെല്ലാം ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ്. ബാങ്ക് ട്രാൻസാക്ഷൻസ് നമുക്ക് ഫേക്ക് കാണിക്കാൻ പറ്റില്ല. അത് ഇങ്ങോട്ട് തന്നത് അങ്ങോട്ട് കൊടുത്തൊക്കെ കറക്റ്റ് അതിൽ എന്തുണ്ട്, ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. ഇവരുടെ ട്രാൻസാക്ഷൻ സ്ലിപ്പും റെസിപ്റ്റും ഇവരുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. പ്രിന്റ് ഔട്ട് എടുത്തത് മാത്രമല്ല, ഇന്ന് ചുരുക്കം പറഞ്ഞാല് ഇവരുടെ എല്ലാം പൈസ ഗോവിന്ദ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവരെ റോബിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ആൾക്കാരെ 3-4 പേരുടെ പേര് പറഞ്ഞിട്ടാ പറഞ്ഞത് കേട്ടോ. ഇവർക്ക് എല്ലാവർക്കും കൂടി ഞാൻ കൊടുക്കാനുള്ള എമൗണ്ട് 42,53,500 എന്നാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ പുള്ളി നമ്മൾ കേട്ടാണ് 45 ലക്ഷം രൂപ ഈ പറഞ്ഞ അമൽദേവിന് കൊടുക്കാനുണ്ടെന്ന് പറയാം. അമൽദേവിന്റെ മാത്രം കാര്യമാണ്, അമൽദേവിനോട് മാത്രമായി വാങ്ങിച്ചതാണ്. ആ വീഡിയോയിൽ മറ്റാരും ഇല്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പറയുന്ന റോബിൻ ഈ മറ്റുള്ളവരെ ഇന്നും പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ, ഇതിനകത്ത് പറയുന്നുണ്ട് കുറച്ച് പേരുടെ പേര്, 3-4 പേരുടെ, ഇവരുടെ എല്ലാ ട്രാൻസാക്ഷൻ ഉൾപ്പെടെയാണ് റോബിൻ കൊണ്ടുവന്ന് കാണിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അവരോടൊന്ന് വാങ്ങിച്ചിരിക്കാം, അവർക്ക് അക്കൗണ്ട് ത്രൂ തിരിച്ചു കൊടുത്തിരിക്കാം. ഇതെല്ലാം ഇപ്പൊ അമൽദേവിന്റെ തലയിലോട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. അപ്പം റോബിൻ പറയുന്നത്, ഞാൻ 42,53,500 രൂപ എന്റെ അക്കൗണ്ട് പ്രകാരം ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ഓക്കെ, അതിൽ ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്തത് 43,22,500 രൂപ ഞാൻ തിരിച്ചു കൊടുത്തു. അവിടെ ഒരു ഫാൾട്ട് ഉണ്ട്. ഈ 42,55,500 രൂപ വാങ്ങിച്ച റോബിൻ എന്തിന് 43,22,500 രൂപ തിരിച്ചു കൊടുത്തു? അപ്പൊ റോബിൻ ഇതിനകത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവരുടെ പല ആൾക്കാർ 3-5 പേരെ പേര് പറഞ്ഞില്ല, ഇവരുമായിട്ടെല്ലാം ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്. അപ്പൊ അവരോടൊന്ന് വാങ്ങിക്കുന്നുണ്ട്, തിരിച്ചു കൊടുക്കുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ട്, തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. പക്ഷെ ഈ അമൽദേവിന് മാത്രമായിട്ടാണ് 45 ലക്ഷം രൂപ കൊടുക്കാനുള്ളത്. പക്ഷെ ഇത് കറങ്ങി തിരിഞ്ഞ് പറഞ്ഞു വന്നപ്പോ എവിടെ വന്ന് നിന്നറിയാമോ? ഇത് എല്ലാവർക്കും കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടല്ലോ. ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത് മൊത്തവും ഈ പറയുന്ന പുള്ളിയുടെ തലയിലായി. ആരുടെയാ? ഈ അമൽദേവിന്റെ തലയിലായി എന്നുള്ളതാണ്. അമൽദേവിന്റെ വീഡിയോയിൽ പറയുന്നത് 45 ലക്ഷം അത് ഇന്ന ഡേറ്റിൽ ഞാൻ സെറ്റിൽ ചെയ്തേക്കാന്ന് പറയുന്നു. റോബിൻ പറഞ്ഞതനുസരിച്ച് 69,000 രൂപ റോബിന് തിരിച്ചു കിട്ടാനുണ്ട്. ഏതാ? റോബിന് 69,000 രൂപ തിരിച്ചു കൊടുക്കാനുണ്ട് എന്നാണ് പറയുന്നത്. ഈ കണക്ക് പ്രകാരം ഇത് ഒന്നൊന്നര കണക്കായി പോയി റോബിനെ. പെട്ടെന്ന് കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവത്തില്ല. കാരണം റോബിൻ പലരോടൊന്നായിട്ട് കടം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി റോബിൻ പറയാൻ പറ്റുന്ന മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവര് പറഞ്ഞ അക്കൗണ്ടിലേക്കാണ് ഞാൻ പൈസ ഇട്ടത്. എനിക്ക് 45 ലക്ഷം രൂപ ഇവർ തന്നു. ഓക്കെ, എനിക്ക് പറഞ്ഞിട്ടുണ്ട് എന്നെ ഈ അക്കൗണ്ടിൽ ഇട്ട് ആ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് 69,000 രൂപ വേണം. 69,000 രൂപ എനിക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ് പറയുന്നത്. മിക്കവാറും അമൽദേവിന്റെ 69,000 അങ്ങോട്ട് മിക്കവാറും അമൽദേവ് കൊടുക്കേണ്ടി വരും ഇങ്ങനത്തെ കണക്കാണെങ്കിൽ. സത്യം പറഞ്ഞാല് റോബിന് പൈസ കൊടുത്ത് പലരും കുരുങ്ങി എന്നുള്ളതാണ്. റോബിൻ കയ്യിൽ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം വീട്ടിൽ പോയിട്ട് കയ്യിൽ കാശ് വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞ് ഇവര് കൊടുത്തിട്ടുമുണ്ട്. അതിന് പലതിനും തെളിവുകളൊന്നുമില്ല. എന്ന് വെച്ചാൽ വീട്ടിൽ വന്ന് പെട്ടെന്ന് വന്നിട്ട് എനിക്ക് അത്യാവശ്യമുണ്ട്, എനിക്ക് ഇത്രയും രൂപ വേണം, 2 ലക്ഷം രൂപ വേണം, 4 ലക്ഷം രൂപ വേണം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ അമൽദേവ് അവരുടെ അല്ലെങ്കിൽ സിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ തിരിച്ചു കൊടുത്തു. അതൊക്കെ നമ്മൾ ഇന്നലെ അറിഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ റോബിന്റെ കണക്ക് വെച്ചിട്ട് 69,000 രൂപ റോബിന് കിട്ടണം. പക്ഷെ ആ കണക്ക് നമുക്ക് ഇന്ന് സിങ്ക് ആവുന്നില്ല. സത്യം പറഞ്ഞാല് ഈ 45 ലക്ഷം രൂപ കൊടുക്കാനുള്ളത് ഈ അമൽദേവിനാണ്. അമൽദേവുമായിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. പക്ഷെ റോബിൻ പറയുന്നത് ഇവര് പറഞ്ഞ ഈ എല്ലാവർക്കും കൂടി ഞാൻ കൊടുത്തത് 42 ലക്ഷത്തി സംതിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഇങ്ങോട്ടാണ് 69,000 വരേണ്ടതെന്ന്. അപ്പൊ എങ്ങനെ അവിടെ 45 ലക്ഷം രൂപ എന്നൊരു കണക്ക് അവിടെ ഉണ്ടല്ലോ. ആ കണക്കിലെ പൈസ ബാക്കി റോബിൻ കൊടുത്തതാണ്. എന്തോ
പിന്നെ ഈ റോബിന്റെ കയ്യിൽ നിന്ന് ഇവർക്ക് പൈസ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. റോബിൻ ഇവരെല്ലാം കുരുക്കി ഇവരെ പൈസ പോയതിന് ഇവർ വിചാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. റോബിൻ രാധാകൃഷ്ണനും ഞങ്ങളൊക്കെ സുഹൃത്തുക്കളായിരുന്നു. അതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആള് പൈസ ഞങ്ങളുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആൾ അതിന്റെ തിരിച്ചു തരുന്നില്ല. ഒരു വലിയ എമൗണ്ട് എൻ്റെ ഒരു 8 ലക്ഷം രൂപയുണ്ട്. അതുപോലെ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നുണ്ട്, അബിൽ ഉൾപ്പെടെ ഒത്തിരി സുഹൃത്തുക്കളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് തിരിച്ചു തരുന്നതിന്റെ ഒരു നെറേറ്റീവ് ഞങ്ങൾക്ക് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകായിരുന്നു. ഇത് രാഷ്ട്രീയത്തിലോട്ട് എൻ്റർ ചെയ്തപ്പോൾ തൊട്ട് ആളൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് വാങ്ങിച്ചെടുക്കാമെങ്കിൽ വാങ്ങിച്ചോ, നിങ്ങൾ ഹണി ട്രാപ്പ് പോലുള്ള ഇതിൽ പെടുത്താൻ നോക്കുകയാണെന്നൊക്കെയുള്ളൊരു വ്യത്യസ്തമായൊരു നെറേറ്റീവ് പറയാൻ തുടങ്ങി. അതിന്റെ അടിസ്ഥാനം കൂടുതൽ നേരിട്ട് കളിച്ചാൽ ഞാൻ നിന്നെ ഹണി ട്രാപ്പിൽ പെടുത്തും എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് വേറൊരു നിങ്ങളെല്ലാം കേട്ട് കാണും, വേറൊരു പറയാം, ഷാലുപ്പയാണ്, നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, ഫോട്ടോഗ്രാഫറാണ് കേട്ടോ, നല്ല മനുഷ്യനാണ്. കൂടുതലും ഒരുപാട് പേർക്ക് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വീടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു സഹായിയാണ്, ചുരുക്കം പറഞ്ഞാൽ നല്ലൊരു സഹായിയാണ്. പിന്നെ മനുഷ്യനാ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും. ആ ഷാലുപ്പയാണ് ഈ പറഞ്ഞ റോബിനെതിരെ ഒരുപാട് അലിഗേഷൻസ് ഒക്കെ കൊണ്ടുവന്നതാണ്. അന്നേ പറഞ്ഞാണ് റോബിനെ നമ്പല്ലേ എന്ന് അവരോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളായി. അവസാനം കേസായിട്ട് ഡിവൈഎസ്പി എടുത്ത് തന്നാണ്ട് പോയി. ആ സമയത്ത് റോബിൻ അവിടെ വേറൊരു കുരുക്കിൽ, ഒരു ഹണി ട്രാപ്പിൽ ഈ പറയുന്ന ഷാലുവിനെ കുടുക്കി എന്ന് ഞാൻ പറയുന്നത് കേട്ടത് ഇതേ ചർച്ചയിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ കുരുക്കിയിട്ടാണ് റോബിൻ അവിടെ നിന്ന് ഊരിയതെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് റോബിന്റെ മെയിൻ പരിപാടിയാണ് ഈ ഹണി ട്രാപ്പ് എന്നാണ് ഇപ്പൊ ഇവര് പറയുന്നത്. ഹണി ട്രാപ്പിൽ കുരുക്കും എന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് വേദലക്ഷ്മിയും ഈ പറഞ്ഞ അമൽദേവും പറയുന്നത്. ഇതിൽ ഞങ്ങൾക്ക് അത് പബ്ലിക്കലി വന്ന് പറയേണ്ട ഒരു അവസ്ഥയിലോട്ട് ഞങ്ങളെ കൂടെ കൊണ്ടെത്തിച്ചു. അതായത് അനന്ത് സുൽജിത്ത് എന്ന് പറഞ്ഞൊരു ആളെടുത്ത് പോയിട്ട് സൈബർ കൊട്ടേഷൻ പോലെ നമ്മുടെ എക്സ്പോസ് ചെയ്യാനുള്ള എന്തോ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നു. ബട്ട് അത് ബാക്ക് ഫെയർ ചെയ്തു. അന്വേഷണത്തിൽ റോബിൻ തന്നെയാണ് പൈസയുടെ ഇടപാട് നടത്തി തരാനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴത്തേക്കും അത് ബാക്ക് ഫെയർ ചെയ്തു. പിന്നെ ആൾക്ക് ഇമേജാണ് ഏറ്റവും പ്രധാനം, പബ്ലിക്കിലുള്ള ഇമേജാണ്. ആളുടെ ഫാൻസിൻ്റെ അടുത്തും അങ്ങനെയുള്ള ജനറൽ പബ്ലിക്കിലും പിടിച്ചു നിൽക്കാനായിട്ട് ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. അത് ഏറ്റവും കൂടുതൽ പ്രസ് മീറ്റ് നടത്തണമെന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു. കാരണം അതിനകത്ത് സ്ലിപ്പ് ഓഫ് ടൈമിൽ പുള്ളി പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്, എല്ലാത്തിനും തെളിവുകളുണ്ട്. ആ പ്രസ് മീറ്റ് നമ്മൾ കണ്ടതാണ്. പ്രസ് മീറ്റിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നത്. ആ പ്രസ് മീറ്റ് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പൊ ഇന്ന് അനന്തു എന്ന് പറയുന്ന ഒരു പുള്ളി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ് ഇന്നൊരു പ്രസ് മീറ്റ് വെച്ചിരുന്നു. പക്ഷെ ആ പ്രസ് മീറ്റ് എന്ന് പറഞ്ഞാൽ അനന്തുവാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ വേദലക്ഷ്മിയോ അമൽദേവോ ഇവരാരും അല്ല വിളിച്ചിരിക്കുന്നത്. ഈ അനന്തു എന്ന് പറയുന്ന പുള്ളിയായിരുന്നു വിളിച്ചിരുന്നത് പ്രസ് മീറ്റ്. പക്ഷെ ആ പ്രസ് മീറ്റ് നടക്കുന്ന സ്ഥലത്ത് ഇത് റോബിൻ പോയിരുന്നു. പക്ഷെ അവിടെ പ്രസ് മീറ്റ് നടന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം അവിടെ ഓൺലൈൻ മീഡിയാസിനൊന്നും അധികം കയറാൻ പറ്റില്ല. അതുകൊണ്ട് അവിടുത്തെ പ്രസ് മീറ്റ് മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ് അമൽദേവിന്റെ പേജ് വഴിയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ രാവിലെ അവിടെ ഈ പറയുന്ന റോബിൻ തെളിവുകളൊക്കെ ആയിട്ട് അവിടെ പോയി നിൽപ്പുണ്ട്. ഞാൻ ചോദിക്കുന്നത്, റോബിന്റെ കയ്യിൽ തെളിവുകളുണ്ട്, അവരൊരു പ്രസ് മീറ്റ് വെക്കുന്നു, നിങ്ങൾ പ്രസ് മീറ്റ് വെച്ചപ്പോൾ അവരവിടെ വന്ന് ശല്യം ചെയ്തില്ല. അപ്പൊ അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ പ്രസ് മീറ്റ് വെച്ചിട്ട്. എന്തിനാ റോബിൻ രാവിലെ പോയി അവിടെ നിൽക്കുന്നത്? അവിടെ ഇപ്പോൾ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആവത്തില്ലേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് തർക്കം വന്ന് ഇത് അടിച്ചു പിരിഞ്ഞു പോകണമെന്നായിരുന്നു റോബിന്റെ ഒരു എന്ന് വെച്ചാല് അവര് അവിടെ നടത്തട്ടെ, അവര് ഒരു പ്രസ് മീറ്റ് നടത്തട്ടെ. റോബിൻ എന്താണ് അതിന്റെ ഇടയിലേക്ക് കയറിപ്പോണ്ട്? എവിടെയാണ് ഒരു പ്രസ് മീറ്റ് നടക്കുന്നത്? മറ്റൊരാൾ അതിന്റെ ഇടയിലോട്ട് കയറിപ്പോയേക്കുന്നത്. അപ്പൊ അവരെ പ്രസ് മീറ്റ് ചെയ്യാൻ അനുവദിക്കാതെ അവിടെ ഒരു തടയിടാൻ വേണ്ടി, അവിടെ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോയതാട്ടെ എനിക്ക് തോന്നുന്നുള്ളൂ കേട്ടോ. അല്ല, എനിക്ക് എന്റെ തെളിവുകൾ നിർത്തണ്ടേ, ഞാൻ എന്റെ തെളിവുകൾ കാണിക്കണ്ടേ? അതൊക്കെ കാണിക്കാനല്ലേ മീഡിയാസ് ഇരിക്കുന്നത്. റോബിന് കഴിഞ്ഞ ദിവസം വിളിച്ചുള്ള പ്രസ് മീറ്റ്, അതുപോലെ മീഡിയക്കാരെല്ലാം വിളിച്ചിട്ട് നിങ്ങളുടെ തെളിവുകളൊക്കെ നിർത്തി കാണിച്ചാൽ പോരെ? എന്തുകൊണ്ട് അവരുടെ പ്രസ് മീറ്റിനെ തടയണം? അപ്പം എന്തായാലും എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആർക്കാണ് എവിടെയാണ് എന്താണ് പ്രശ്നമുള്ളത്. എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. കടം കൊടുക്കുന്നവരും കടം കൊടുക്കാനിരിക്കുന്നവരും എത്ര ബന്ധമാണെങ്കിലും എത്ര ആത്മാർത്ഥമായാലും എത്ര കരഞ്ഞാലും കാല പിടിച്ചാലും ഒരുമാതിരിപ്പെട്ടവർക്ക് ഒരുമാതിരിപ്പെട്ട തുകകൾ കൊടുക്കാതിരിക്കുക. മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പൈസ കൊടുക്കുന്നു, ലാസ്റ്റ് കേസ് പറഞ്ഞ് ക്യാഷ് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. അതിന്റെ പേരിൽ ഒരുപാട് അലിഗേഷൻസ് വരുന്നു. ഇതൊക്കെ മനസ്സിലാക്കി ഇരുന്നാൽ കൊള്ളാം. മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കട്ടെ. ഞാൻ ചോദിച്ചു, ഇത്രയും റെക്കോർഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വേദലക്ഷ്മി വിളിച്ചിട്ട് ഡോക്ടർ റോബിൻ അല്ലേ എന്റെ കയ്യിൽ നിന്ന് 8 ലക്ഷം രൂപ വാങ്ങിയിട്ടില്ലേ, ആ 8 ലക്ഷം രൂപ തിരിച്ചു തരാമോ എന്ന് ചോദിക്കുന്ന ഒരു വോയിസ് ഇടാൻ പറയാം. അത്രേ ഉള്ളൂ, സിമ്പിൾ. 8 ലക്ഷം രൂപ തരാമല്ലേ പറയുന്നത്. വോയിസ് എല്ലാം റെക്കോർഡ് ചെയ്ത് പലതും കിട്ടുന്നുണ്ടല്ലോ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനല്ലേ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച് 8 ലക്ഷം രൂപ 4 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് മേടിച്ചു, 4 ലക്ഷം രൂപ അക്കൗണ്ട് ആയിട്ട് മേടിച്ചു. ആ മേടിച്ചത് തിരിച്ചെപ്പോഴാ തരുന്നതെന്ന് ചോദിക്കുന്ന ഒരു വോയിസ് ഇടാൻ പറയും. ഞാൻ ചോദിക്കുന്നത് ഞാൻ നേരത്തെ ചോദിക്കുന്നില്ല റോബിനോട് ചോദിക്കാനുള്ളത്. ഇപ്പൊ ഒരാൾ നിങ്ങൾക്ക് 8 ലക്ഷം രൂപ തന്നിരിക്കട്ടെ, വേദലക്ഷ്മി നിങ്ങൾക്ക് 8 ലക്ഷം രൂപ തന്നു, നിങ്ങൾ അതിപ്പോ ചോദിച്ചാലേ തിരിച്ചു കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ വേദലക്ഷ്മി പറയാണ് റോബിന് എന്റെ പൈസ എന്റെ പൈസ ഇപ്പൊ തരണമെന്ന് പറഞ്ഞാൽ മാത്രമേ തിരിച്ചു തരത്തുള്ളൂ. റോബിനോട് ഡേറ്റ് പറഞ്ഞു കാണുമല്ലോ, ആ ഡേറ്റ് റോബിൻ കൊടുത്തു കാണത്തില്ല. ഓക്കെ, അപ്പം വിചാരിച്ചു കാണും ആ റോബിൻ ഇതിൽ ബുദ്ധിമുട്ട് കാണും, കുറച്ചൊക്കെ കഴിയുമ്പോൾ തരുമെന്ന് അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് റോബിനെ. അപ്പൊ ഇത് വിളിച്ച് ചോദിച്ച് പറഞ്ഞാൽ മാത്രമേ ആ കാശ് കൊടുക്കത്തുള്ളൂ എന്നാണോ ഈ സംസാരിക്കുന്നത്?
എടുത്ത 8 ലക്ഷം രൂപ വേദലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനിയിപ്പോ അതും ഇല്ലെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. ചെറിയ ചെറിയ വീഡിയോ ഇട്ട് പോകണം. ഇത് എന്തായാലും ഈ സ്കാം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി നമ്മൾ ലീഗലി പോയാൽ ചിലപ്പോൾ 5-10 വർഷങ്ങൾ എടുക്കും. ഇനി ഒരാളുടെ പൈസ ഈ കേരളത്തിൽ ഈ സ്കാം വഴി, ഈ സ്കാം എന്ന് പറയുന്നത് എന്താ, മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ചില ആൾക്കാരൊക്കെ വരുന്നത് ഇതേമാതിരി ഒരു ഡേ കണ്ട് 2 ദിവസം പറഞ്ഞ് പുള്ളിക്കാരൻ്റെ ബിഗ് ബോസും പറഞ്ഞ് കാര്യങ്ങളും പറഞ്ഞ് പുള്ളിക്കാരൻ്റെ ഒത്തിരി ആളുകളുടെ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അങ്ങനെ ഇനി വരാനിരിക്കുന്നുണ്ടാവും. ഇപ്പം എന്നെ സംബന്ധിച്ച് ലീഗലി കൊടുത്തിരിക്കുകയാണ്. അതിൽ ഫുൾ ഈ പുള്ളിക്കാരൻ്റെ ഇന്നലെ വീഡിയോയിൽ പറയുന്നത് മാരകമായിട്ടുള്ള ത്രട്ടും കാര്യങ്ങളും ഹണി ട്രാപ്പും ഒക്കെ വന്ന് നമ്മളെ ചിത്രീകരിച്ചിരിക്കുന്ന രീതി ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എൻ്റെ ബിസിനസ്സും അങ്ങനെ പോകുന്നു. ലക്ഷ്മിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലക്ഷ്മി ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ നാളെ ഒരു ബ്രാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി ഈ രീതിയിൽ ത്രട്ട് നടത്തി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലായിരിക്കും. ഇപ്പോൾ ബ്രോ ഒരാളെ കാണുമ്പോൾ ഒക്കെ ത്രട്ട് നടത്തുന്ന ഒരു വ്യക്തിയാണ്, ആ കുട്ടിയുടെ ലൈഫിനെ ബാധിക്കുന്നതായിരിക്കും, അല്ലെ കുട്ടിയുടെ. അപ്പം എനിക്ക് വന്നൊരു പ്രശ്നം, എന്റെ പൈസ ഞാൻ കേസ് പറഞ്ഞിട്ടായാലും 10 വർഷമായാലും കുഴപ്പമില്ല, ഞാൻ അത് വാങ്ങിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരാൾ ഈ ഒരു സ്കാമിൽ പെടരുത്, അതാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാനിത് വെളിയിൽ പറയുന്നത്. ഞാൻ ഈ മീഡിയയുടെ മുന്നിൽ വന്നതിന്റെ പറയാൻ കാരണം ഇതാണ്. ഇനി മറ്റൊരാൾ ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങളിലൊന്നും വീഴരുത്, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലൊന്നും പോയി വീഴാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. എനിക്ക് പറ്റിയതോ പറ്റി, അത് ഞാൻ ഏതെങ്കിലും രീതിയിൽ ക്യാഷ് വാങ്ങിച്ചോളാം, കേസ് കൊടുത്ത് ഞാൻ ലീഗലായിട്ട് തന്നെ പോയി ക്യാഷ് വാങ്ങിച്ചോളാം എന്നാണ് ഈ പുള്ളി പറയുന്നത്. മാന്യമായ സംസാരം എന്ന് വെച്ചാൽ ശരിയാണ്. ഇത് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ അതിനുള്ള തെളിവുകളൊക്കെ വെച്ചിട്ട് ഇവര് കേസിന് പോയിട്ട് ലീഗലായിട്ട് തന്നെ വാങ്ങിക്കട്ടെ. പക്ഷെ മറ്റൊരാൾക്ക് ഈ ഒരു അവസ്ഥ വരരുത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എല്ലാവരും ഞാൻ നേരത്തെ പറയുന്ന പോലെ കാശ് എന്ന് പറയുന്നത് കൂട്ടുകാരെ തമ്മിലാണെങ്കിലും നാട്ടുകാരെ തമ്മിലാണെങ്കിലും ബന്ധുക്കളെ തമ്മിലാണെങ്കിലും കൂട്ടിയടിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഇത് പറഞ്ഞ സമയത്തിന് അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ 1-2 അവധിയോ ഒക്കെ മനുഷ്യരാണ്, ചിലപ്പോൾ ആ സമയത്ത് കൊടുക്കാൻ പറ്റില്ല. 1-2 അവധി പറയുമ്പോൾ നമുക്ക് കൊടുക്കാം. എന്നിട്ടും അതിന്റെ മേലിൽ മറ്റൊരു ഭീഷണി, പിന്നെയും പൈസ കൈപ്പറ്റുന്നു, ഭീഷണിപ്പെടുത്തുന്നു, പിന്നെയും അവരുടെ കുറച്ച് പൈസ കൊടുത്ത് പിന്നെ അവരുടെ ഇഷ്ടം പറ്റുന്നു, പിന്നെയും കുറച്ചുകൂടെ പൈസ കൂടുതൽ വാങ്ങിക്കുന്നു. അവസാനം കൊടുക്കാനില്ലാതെ നിക്കത്തള്ളി വരുമ്പോഴത്തേക്ക് വേറെ വേറെ വിഷയങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ക്യാഷ് എന്ന് പറയുന്നത് തമ്മിലെടുക്കുന്ന സാധനമാണ്. നിങ്ങൾ കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ 1-2 അവധി പറഞ്ഞ 2ാമത്തെ അവധിക്കോ 3ാമത്തെ അവധിക്കോ നിങ്ങൾ കൊടുക്കുക. അല്ലാതെ നമ്മളെ ഒരു സമയത്ത് ആപത്തിൽ സഹായിച്ച ആൾക്കാരെ നിങ്ങൾ കേസിന് പോകും, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും. എനിക്കൊന്നും പറയാനില്ല. എന്തായാലും മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക, മനസ്സിലാക്കാത്തവരൊക്കെ ഇപ്പോഴും ഉണ്ടെന്നേ. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ. ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണും. മനസ്സിലായിട്ടുള്ളവർ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.